തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനായുള്ള കോൺഗ്രസിന്റെ ലക്ഷ്യ 2026 ദ്വിദിന ക്യാമ്പിന് വയനാട്ടിൽ തുടക്കമായി. സംസ്ഥാനത്ത് 200ഓളം കോൺഗ്രസ് നേതാക്കളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കെ.സി. വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനെതിരായ പ്രതിഷേധ പരിപാടികളും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമാണ് ആദ്യ സെഷനിൽ ചർച്ചയായത്. നമ്മൾ പ്രതീക്ഷിക്കാത്തിടത്ത് പോലും നിങ്ങളാണ് ജയിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ജനം നമ്മളെ തിരഞ്ഞെടുത്തു. ആ ജനത്തിൻ്റെ പ്രതീക്ഷകൾ പൂവണിയുക അല്ലെങ്കിൽ ആ പ്രതീക്ഷകൾക്ക് ഉയരുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ സത്യത്തിലെ രണ്ട് ശത്രുക്കളെ ഒറ്റയ്ക്ക് നേരിടേണ്ട അവസ്ഥ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. BJPയും CPMും BJPയും ഈ രണ്ടു പാർട്ടികൾ അവരുടെ പ്രധാന ശത്രുക്കളായി ഒരു പാർട്ടിയെ കാണുന്ന CPMും BJPയും രണ്ടുപേരുടെയും പ്രധാന ശത്രുക്കളായിട്ട് അവർ കാണുന്ന കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണി. എല്ലാവരുടെയും മനസ്സിനകത്ത് ആശങ്കയുണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും കൂടിയാൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ? ഇവർ രണ്ടുപേരും നിന്നാൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഈ ചോദ്യത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നും രണ്ടല്ല രാഷ്ട്രീയത്തിൽ എന്നുള്ള ഏറ്റവും ശക്തമായ മറുപടി ഈ വൻ വിജയത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ജയരാജ് ബത്തേരി വിവരങ്ങളുമായി. ജയരാജ്, കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇന്നത്തെ ക്യാമ്പ്. എങ്ങനെയൊക്കെയാണ് സെഷനുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് KPCCയുടെ നേതൃത്വത്തിലുള്ള ലക്ഷ്യ ലീഡർഷിപ്പ് സമ്മർ മീറ്റ് ദ്വിദിന ക്യാമ്പ് ഇന്നും നാളെയുമായി സുൽത്താൻ ബത്തേരിയിൽ നടക്കുക. ഒരുപക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന്റെ സന്തോഷത്തോടൊപ്പം തന്നെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതൊക്കെ രീതിയിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നുള്ളതൊക്കെ ആയിരിക്കും കൂടുതലുമായിട്ട് ആദ്യ സെഷനിൽ വെക്കുക എന്നാണ് ഇപ്പൊ നമുക്കറിയുന്നത്. എന്തായാലും ഇന്ന് അല്പം വൈകിയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. ACC വേണുഗോപാലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. രാവിലെ 9:30 എന്നായിരുന്നു പറഞ്ഞതെങ്കിലും അത് ഏകദേശം ഒരു 11 മണിയോടെയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതില് പലതരത്തിലുള്ള ചർച്ചകളിലേക്കാണ് പോവുക. ആദ്യം ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തില്ലെങ്കിലും ആരായിരിക്കും എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെക്കുകയാണെന്ന് ഇപ്പോൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് സ്ഥാനാർത്ഥികളുടെ വെച്ചിട്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരായ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ ചർച്ചയിൽ ഒരു രൂപം നൽകുമെന്നാണ് നമുക്കറിയുന്നത്. അതുപോലെ തന്നെ വിലക്കയറ്റം, മരണസമ്പന്നം, അതുപോലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം സർക്കാരുകൾക്കെതിരെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾക്കും ഒരു അന്തിമ രൂപം ഈ ക്യാമ്പിലൂടെ നടക്കും. അതുപോലെ തന്നെ ദേശീയ സംസ്ഥാന തലത്തിലെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വിശദമായ ചർച്ച നടത്തുന്നതോടൊപ്പം തന്നെ സംഘടനാ വിഷയങ്ങളും ഗൗരവമായി തന്നെ ഇന്നത്തെ ചർച്ചകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. എന്തായാലും വളരെ വൈകിയാണെങ്കിലും ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നാളെ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഇന്നും നാളെയുമായിട്ടാണ് ഈ ഒരു ക്യാമ്പ് ഇവിടെ നടക്കുന്നത്. ശ്രീജ, ശരി.